റോയ്ചായ ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞ് സൈബർ മേഖലയിൽ നടക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അത് ഈ പരാതി നൽകിയ അതിജീവിതയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. ഈ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റിലൂടെ ഇതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഇത് നമ്മളിപ്പം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടക്കുന്ന ഒരു പ്രവണതയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ചേരിതിരിഞ്ഞാണ് അവരുടെ ആൾക്കാരെ പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി അതിജീവിതമാരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവ് പരിപാടി. ഇപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ മാധ്യമപ്രവർത്തകരായ വനിതകളെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ അപമാനിക്കുകയും ഏറ്റവും കൂടുതൽ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് BJP CPMകാരുമാണ്. ഈ രണ്ട് പാർട്ടികളിൽപ്പെട്ടവർ വനിതാ മാധ്യമപ്രവർത്തകരെ അപമാനിക്കുകയും അവരെ അപമാനിച്ചതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തവരെ പോലീസ് സ്റ്റേഷനിൽ പോയി മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. അപ്പോൾ ഇപ്പോൾ പുതിയൊരു പ്രവണത എന്ന് പറയുന്നത് ഈ ഹൈ പ്രൊഫൈലായിട്ടുള്ള ഇതേപോലുള്ള രാഷ്ട്രീയ നേതാക്കൾ, സിനിമാക്കാർ, ഇവർക്കൊക്കെ വേണ്ടി തന്നെ ഒരു സംഘം ആൾക്കാർ പരസ്യമായി ചാനലുകളിലും യൂട്യൂബുകളിലും ഒക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്നുണ്ട്. ന്യായീകരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ അതിജീവിതമാരെ അപമാനിക്കുകയും അവരെ അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വിക്ടിം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിലുള്ളതാണ്. അപ്പോൾ അതിന് വിപരീതമായ രീതിയിലാണ് പലപ്പോഴും ഇത് നടക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മളുണ്ടായ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിലുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, രാഹുൽ ഈശ്വർ വളരെ ഈ പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ പോയി തന്നെ ഈ സംഭവം നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ ആധികാരികമായിട്ടാണ് ഈ ചില വിവരങ്ങൾ പറയുന്നു എന്ന വ്യാജേനയാണ് ഈ അതിജീവിതയായ പെൺകുട്ടിയെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത് പ്രശ്നമുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ എന്തൊക്കെ വാദങ്ങൾ നിരത്തിയിട്ടുണ്ടോ അതെല്ലാം തെറ്റായെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ വന്നപ്പോൾ തന്നെ അത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നെന്നും അവർ തമ്മിൽ പരസ്പര ധാരണയോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും വിവാഹം കഴിക്കാമെന്നൊക്കെയുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നേരെ വിപരീതമായ കാര്യങ്ങളാണ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ രാഹുൽ ഈശ്വർ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. വിവാഹിതയായ കാര്യം മറച്ചുവെച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ മൊത്തത്തിൽ ആ പെൺകുട്ടിയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങളാണ് കണ്ടത്. ഇതൊന്നും നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അദ്ദേഹം സ്വയം പറയുന്നത് ഞാൻ നിയമം പഠിച്ച ആളാണ്, എനിക്ക് നിയമത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾ സംസാരിക്കുന്ന തരത്തിലല്ല സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം തന്നെ ഈ പല ചാനലുകളിലും നടന്ന ചർച്ചകൾ ഇദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ആങ്കർമാർ തന്നെ ഇയാൾക്ക് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുകയും ഇയാളുടെ വോയിസ് കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായി. ഇത് നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരാൻ വലിയൊരു സംഘം ആൾക്കാർ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. അത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായവരെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് CPM. ഇപ്പോൾ തന്നെ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞവരെ ന്യായീകരിക്കുകയും അവരെ വീരരക്തസാക്ഷികളായി ജയിലിലേക്ക് ആനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പൊതുസമൂഹം ക്രിമിനലുകളെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ വളരെ വ്യാപകമാണ്. അപ്പോൾ അപ്പോഴാണ് ഇതേപോലുള്ള സിദ്ധന്മാരെ പോലുള്ള ആൾക്കാർ അവതരിക്കുകയും ഇവർ ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ ഒരു ന്യായവും ഇല്ല, ഒരു നീതിബോധവും ഇല്ലാതെ പിന്തുണച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് പലരും പെയ്ഡായിട്ടുള്ള ആൾക്കാരുണ്ട്, ചില രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ ന്യായീകരിക്കുന്നവരുണ്ട്, അല്ലാത്തവരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം, പൗരബോധം, പൊതുബോധം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണെന്നുള്ളതിന് ഒരു തെളിവ് ഇതാണ്. അതായത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, പൊതുസമൂഹത്തിൽ മാന്യതയുണ്ടെന്ന് നടിക്കുന്നവരൊക്കെ തന്നെ വന്നിരുന്നാണ് ഇത്തരം ആൾക്കാരെ ന്യായീകരിച്ച് സംസാരിക്കുകയും അവർക്ക് വേണ്ടി ഘോരഘോരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏതൊരു പൊതുബോധത്തിൻ്റെ ഭാഗമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പുരുഷ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് താൻ ഈ പോരാട്ടം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് രാഹുൽ ഈശ്വറിൻ്റെ വാദം. അതിലൊരു കാര്യവുമില്ല. കാരണം ഈ അടുത്ത കാലത്ത് തന്നെ അങ്ങനാണെങ്കിൽ ഈ വേടൻ എന്ന് പറയുന്ന പാട്ടുകാരൻ ഇതേപോലെ തന്നെ സമാനമായൊരു കേസിൽ അകപ്പെട്ടു. അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടൊന്നും രാഹുൽ ഈശ്വർ വരുന്നതൊന്നും നമ്മളാരും കണ്ടില്ല. അപ്പോൾ അത് സെലക്റ്റീവാണ് ഇത്തരം കാര്യങ്ങളെന്നുള്ളതിനകത്ത് ഒരു തെളിവ് ഇതാണ്. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു വലിയ സംഘമുണ്ട്. അവരുടെയൊക്കെ നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാനതാണ് പറഞ്ഞത്, ചില കൊലപാതകങ്ങളെയും ചില ബലാത്സംഗ കേസുകളെയും ന്യായീകരിക്കുന്നവർ ഇത്തരം എതിർ പാർട്ടിയിൽപ്പെട്ടവരുടെ വരുമ്പോഴത്തേക്ക് അവർക്കെതിരെ വലിയ ഘോരഘോര
സംരക്ഷണവാദികളായിട്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കേരളത്തിലെ ചില വനിതാ മന്ത്രിമാർ തന്നെ മകളെ നിങ്ങൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇവർ മറ്റുള്ള മക്കൾക്കുണ്ടാകുന്ന സമയത്ത് ഇവരെവിടെയായിരുന്നു എന്നുള്ളതും ന്യായമായ ചോദ്യമാണ്. അപ്പോൾ ഈ ന്യായീകരണക്കാരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് തന്നെ അവർക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈ ആപത്തിൽപ്പെടുന്നവരോടുള്ള ദയാപൂർവമായ അല്ലെങ്കിൽ സഹതാപത്തിൻ്റെ ഭാഗമൊന്നുമല്ല. അവരുടെ രാഷ്ട്രീയം, അവരുടെ മുതലെടുപ്പ്, അവരുടെ സാമ്പത്തിക നേട്ടം, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ചവിട്ടി മതിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള പരാതികളൊന്നും വരാത്തതിൻ്റെ കാരണം ഇതാണ്. ഈ പൊതുസമൂഹത്തിനകത്തുള്ള വലിച്ചിട്ട് അലക്കലും പിന്നെ പോലീസിൻ്റെ ഈ തരത്തിലുള്ള ഇടപെടലുകളും കൊണ്ട് തന്നെയാണ് പലരും പരാതി പോലും കൊടുക്കാൻ വരാത്തത്. ഇപ്പോൾ ഈ വേടൻ്റെ എതിരെ പരാതി കൊടുത്ത പെൺകുട്ടികൾ അവർ പരാതി കൊടുത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം പൊതുമാധ്യമങ്ങളിൽ വന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ തന്നെ നീതി നിർവഹണ സംവിധാനത്തിൽ നിന്ന് പോലും അവർക്ക് നീതി കിട്ടുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ ആരാണ് ഇതിന് പരാതി കൊടുക്കാനായിട്ട് പോകുന്നത്? ഇതിനകത്ത് ഒരുപക്ഷെ ഇത്തരം കേസുകളിൽ ചില തട്ടിപ്പുകാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ബഹുഭൂരിപക്ഷവും നീതി തേടി പോകുന്ന ആൾക്കാരാണ്. അപ്പം അവർക്കൊന്നും ഒരു തരത്തിലുള്ള സമൂഹത്തിൻ്റെ പിന്തുണയോ ഒന്നും കിട്ടുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന അതിജീവിതമാരോടും അല്ലെ അങ്ങനെയുള്ള ഇരകളോടും ഒക്കെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നീതി ലഭിക്കുന്ന തരത്തിലുള്ള അവർക്കൊരു പിന്തുണ കൊടുക്കുന്ന ഒരു പൊതുബോധം ഉണ്ടാവുന്നില്ല. പിന്തുണ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരമാവധി ആക്രമിക്കുകയാണ്, അവരെ അപമാനിക്കപ്പെടുക, അതൊക്കെ ചെയ്യുന്ന തരത്തിലേക്കാണ് പോകുന്നത്. അതിനകത്ത് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ പ്രധാന 3 രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇത്തരത്തിലുള്ള പ്രവണത പ്രോത്സാഹിപ്പിക്കുകയും അവരിതിനെ തരാതരം പോലെ ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അവരുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇത്തരത്തിൽ അപമാനിക്കുന്ന അതിജീവിതമാരെ അപമാനിക്കുകയോ അല്ലെങ്കിൽ അത്തരം വിക്ടിമുകളെ അപമാനിക്കുന്നവരെ അവർക്കെതിരെ നടപടിയെടുക്കുക ഇതുവരെ തയ്യാറായി. ഞാനിതാ പറഞ്ഞേ, കേരളത്തിലെ 2 പ്രധാനപ്പെട്ട വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച ദേശാഭിമാനിയിലെ ജീവനക്കാരെ കൊല്ലത്ത് നമ്മൾ കണ്ടതാണ്. ചവറയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോയിട്ടാണ് അയാളെ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് വന്നത്. അന്ന് നടപടിയെടുക്കുമെന്നൊക്കെ അന്നത്തെ റെസിഡൻ്റായിരുന്ന പി രാജീവ് പറഞ്ഞെങ്കിൽ ഒരു നടപടിയും ഉണ്ടായില്ല. അവർ ജോലിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ താക്കീത് ചെയ്യാനോ അവർക്കെതിരെ പാർട്ടി നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാവുന്നില്ല. ഈ കെ രമയ്ക്കെതിരെ ആസ്ഥാന വിധവ എന്ന് പറയുന്ന പ്രയോഗം തന്നെ നടത്തിയതാരാ? CPM-ൻ്റെ നേതാക്കന്മാരാണ്, ഇല്ലേ? എന്നിട്ട് അതേ പാർട്ടിയിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്ന് വലിയ സ്ത്രീ സംരക്ഷകവാദികളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ BJP-ക്കാർ, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ, ഇവരുടെ എല്ലാവരുടെയും പൊതു നിലപാട് ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തിൽ ഇത്തരം പീഡനത്തിന് ഇരയാകുന്നവർക്ക് പിന്തുണ ലഭിക്കാതെ പോകുന്നത്. ഉദ്ദേശിക്കുന്ന പോലുള്ള പിന്തുണയോ അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് പോലും വരാതെ പോകുന്നതിൻ്റെ കാരണം ഇതാണ്. മറുവശത്ത് രാഹുൽ ഈശ്വറിനെ പോലുള്ള പുരുഷ സംരക്ഷക വേഷം കെട്ടി വന്നവർ ഇത് വലിയ തോതിൽ ആക്രമിക്കുകയും അവർക്കും മാന്യത ലഭിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ സംരക്ഷണം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു സംഘം സോഷ്യൽ മീഡിയയിലുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇത്തരം പ്രവണതകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ സഹതാപം അർഹിക്കുന്ന സ്ത്രീകൾക്ക് അത് കിട്ടാതെ പോവുകയും ചെയ്യുന്നത്.